ലോകമുറങ്ങിക്കിടക്കുന്ന ഈ അർദ്ധരാത്രി ഇന്ത്യ അതിന്റെ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ്. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇങ്ങനെയാണ് പറഞ്ഞത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ യാതനകളിൽ നിന്നും പോരാട്ടങ്ങൾക്കൊടുവിൽ മോചിതയായ ഇന്ത്യയുടെ സന്തോഷം മുഴുവൻ ആ വാക്കുകളിൽ നിഴലിച്ചിരുന്നു. ആ ചരിത്ര ദിനം രേഖപ്പെടുത്താനായി ഡൽഹി ചെങ്കോട്ടയിലെ ലഹോറി ഗേറ്റിന് മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തി. നെഹ്റുവിന്റെ ആ സന്തോഷ പ്രകടനം പിന്നീട് രാജ്യം പ്രതീകാത്മകമായി പിന്തുടരുകയായിരുന്നു. കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കടൽ തീരത്ത് പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ 1498 കപ്പലിറങ്ങിയതോടെയാണ് യൂറോപ്യൻ കച്ചവടക്കാർ കടൽ മാർഗം ഇന്ത്യൻ തീരങ്ങളിലേക്ക് എത്താൻ തുടങ്ങിയത്. 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യം ബംഗാൾ നവാബിനെ പരാജയപ്പെടുത്തുകയും ഇന്ത്യക്ക് മേൽ അധീശത്വം സ്ഥാപിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ശക്തമാകുന്നതിന് ഈ യുദ്ധം കാരണവുമായി. 200 വർഷത്തോളമാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികളുടെ അടിച്ചമർത്തലുകൾക്ക് ഇന്ത്യ വിധേയമായത്. ബ്രിട്ടീഷ് ഭരണം രാജ്യത്തെ വ്യാപകമായ നീരസത്തിനും കലാപത്തിനും കാരണവുമായി. അനന്തരഫലമായി ഇന്ത്യൻ ചരിത്രത്തിൽ നിരവധി സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളും പോരാട്ടങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടായി. ഒടുവിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാർ രാജ്യത്തു നിന്നും പുറത്താക്കി. രാജ്യം സ്വതന്ത്രമായതിനൊപ്പം രാജ്യത്തിന്റെ വിഭജനത്തെ കൂടി ഓർമ്മപ്പെടുത്തുന്ന ദിനമാണ് സ്വാതന്ത്ര്യദിനം. വ്യാപകമായ രക്തച്ചൊഴിച്ചിലും കുടിയേറ്റവും അക്രമവും അരങ്ങേറിയതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. പിന്നീട് ഇന്ത്യ എന്നത് ആർക്കു മുന്നിലും അടിയറവ് വെക്കാൻ കഴിയാത്തത്ര സ്വതന്ത്രമായി മാറി. ജനങ്ങൾക്ക് ആധിപത്യമുണ്ട് എന്നത് അതുവരെയും കേട്ടിട്ടില്ലാത്ത ഇന്ത്യൻ ജനത പിന്നീട് ജനാധിപത്യത്തിന്റെ മധുരം നുണയാൻ തുടങ്ങി. നെഹ്റുവിയൻ കാലഘട്ടത്തിൽ ഇന്ത്യൻ ജനത എല്ലാ തരത്തിലും സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരുന്നു. എന്നാൽ പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥാ കാലം മുതൽ ഇന്ത്യ കണ്ടത് ഏകാധിപത്യ ഭരണമായിരുന്നു. തുടർന്ന് വന്ന വാജ്പേയി സർക്കാരും നരസിംഹ റാവു സർക്കാരും മുതൽ ഇപ്പോൾ നിലനിൽക്കുന്ന മോദി സർക്കാർ വരെ പിന്തുടർന്നത് അതേ ഇന്ദിരാ മോഡൽ തന്നെ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിലെ പ്രധാന ഘടകമെന്ന നിലയിൽ മതേതരത്വം പരാജയപ്പെടുന്നതും നമ്മൾ കണ്ടു. മതവിശ്വാസം ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു സമൂഹത്തിൽ മതേതരത്തിന്റെ പ്രായോഗിക തലങ്ങൾ നിത്യജീവിതത്തിലെ വ്യവഹാരമാക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ പിന്നാക്കം പോയതും ഒരു കാരണം. മതേതരത്വവും ബഹുസ്വരതയുമൊക്കെ ആശയതലത്തിൽ നിന്നും ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്ന ജൈവ താവളമായി മാറണമെങ്കിൽ അതിനുവേണ്ടിയുള്ള സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിരന്തരമായി നടത്തേണ്ടതുണ്ട് എന്ന പ്രാഥമിക അറിവ് അവർക്കുണ്ടായില്ല. അതുകൊണ്ടാണ് പാമ്പുറവൊഴിക്കുന്നത് പോലെ ഇന്ത്യൻ രാഷ്ട്രീയം അതിവേഗം മാറിമറിഞ്ഞത്. ജനാധിപത്യത്തിന്റെ ഇലവൊഴിയും കാലമാണിത്. ആധുനികതയെക്കുറിച്ചുള്ള കാവ്യാത്മകമായ നെഹ്റുവിയൻ ഭാവനയെ വർത്തമാനകാല ഇന്ത്യ വിപണിപ്രിയമായ വരണ്ട ഗദ്യമാക്കി മാറ്റി. അധികാര കേന്ദ്രീകരണത്തിലൂടെ, ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്നതിലൂടെ, ഫെഡറൽ അവകാശങ്ങളുടെ ലംഘനങ്ങളിലൂടെ, നാടകീയമായ പൊതുനയ പ്രഖ്യാപനങ്ങളിലൂടെ, പാർലമെന്റിന്റെ അധികാരം കവർന്നെടുക്കുന്നതിലൂടെ, സംവാദത്തിന്റെയും എതിരഭിപ്രായത്തിന്റെയും ശബ്ദങ്ങൾ അടിച്ചമർത്തുന്നതിലൂടെ ഇന്ത്യ അതിവേഗം ജനാധിപത്യത്തിന്റെ ധാർമ്മികമായ അടിത്തറയെ കുറ്റബോധമില്ലാതെ പൊളിച്ചു പണിയുകയാണ്. അതുകൊണ്ട് തന്നെ സമഗ്രാധിപത്യത്തിന്റെ സാധ്യതകളെ ഇന്ത്യൻ ജനാധിപത്യത്തിന് മറികടക്കാൻ പറ്റുമോ എന്ന ചോദ്യമാണ് ഈ 79ാം പിറന്നാൾ വേളയിലും പ്രസക്തമാകുന്നത്. ഇതിന് ഉത്തരം പറയാൻ കഴിയുക ഇന്ത്യൻ ജനതയ്ക്ക് തന്നെയാണ്. ജനങ്ങളാണ് ജനാധിപത്യത്തിന്റെ ആത്മാവ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആധുനിക ബഹുസ്വര ജനായത്ത ബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പ്. അതിനാണ് ഏറ്റവും പ്രാഥമികമായ കർത്തവ്യവും. അതിന് നമുക്കാവശ്യം പഴയ അതിതീവ്ര ദേശീയതയ്ക്ക് പകരം വിശാലമായ ദേശഭാവനകളെയും ആധുനിക രാഷ്ട്രബോധത്തെയും വീണ്ടെടുക്കലാണ്. ശക്തവും ജനങ്ങളോട് സംവദിക്കാൻ കഴിയുന്നതുമായ പ്രതിപക്ഷവും ഭയമില്ലാതെ പ്രവർത്തിക്കുന്ന പൗരസമൂഹവുമാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടത്. ഈ പ്രവർത്തനത്തിന് ഊർജം പകരാൻ കഴിയുക 3 ഘടകങ്ങൾക്കാണ്. 1. ഗാന്ധിജിയുടെ സംവേദനാത്മകവും ശക്തവും ലളിതവുമായ ഭാഷ. 2. നെഹ്റുവിന്റെ ആധുനികവും മതനിരപേക്ഷവും ശാസ്ത്രീയവുമായ രാഷ്ട്രഭാവന. 3. ഭരണഘടനാ ധാർമ്മികതയുടെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രയോഗവൽക്കരണം. ജനാധിപത്യത്തെ ദേശീയ ജീവിതത്തിന്റെ ആത്മാവാക്കി മാറ്റാൻ ഈ 3 ഘടകങ്ങളിലൂന്നിയ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കഴിയും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പും ഭാവിയും ഇനിയുള്ള കാലത്ത് നിർണ്ണയിക്കപ്പെടുന്നത് ഇതിലൂടെ ഉയർന്നു വരുന്ന പുതിയ രാഷ്ട്രീയ ഭാവയുക്തവും സ്വപ്നങ്ങൾക്കുമാകാം. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, AKG, കേളപ്പൻ, ഝാൻസി റാണി, സരോജിനി നായിഡു തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ധീര രാജ്യസ്നേഹികളാണ് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയെ രൂപപ്പെടുത്താൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളുന്ന ഈ ദിനത്തിൽ പ്രിയപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ. ജയ് ഹിന്ദ്.